കുഞ്ഞിനെ വെച്ചിട്ട് ചാച്ചൻ ഇങ്ങനെ കുഞ്ഞിന്റെ ഫോട്ടോ അയച്ചു നോക്കൂ എന്ത് ക്യൂട്ടാന്ന് നോക്കൂ. എന്നിട്ട് ചായ കുടിച്ചിട്ട് കുഞ്ഞിന്റെ ഗ്ലാസ് കൊടുത്തിട്ട് ഞാൻ ചായ കുടിച്ചു കേട്ടോ. എന്നിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കൊച്ചിനോട് ആദ്യം സംസാരിപ്പിക്കാൻ തുടങ്ങി. ഏതാ കൊച്ചിനെയും കൊണ്ട്. അപ്പൊ കൊച്ചിങ്ങനെ അപ്പൊ ചെറുതായിട്ട് സംസാരിക്കത്തുള്ളൂ. സാറായ സാറേ നിന്ന് വിളിക്കും. അപ്പൊ ഇവക്ക് ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അപ്പോഴും വീണില്ല. ഞാൻ പറഞ്ഞു ഇതുപോലെ എനിക്ക് എന്റെ പപ്പായെ കൊണ്ട് കാണിക്കണം. കാരണം ഇതിന് മുന്നേ കുറെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇഷ്ടം പോലെ റിലേഷൻഷിപ്പ് ഭയങ്കര സീരിയസ് അങ്ങനെയല്ല കേട്ടോ, നമ്മൾ പഠിക്കുന്ന പ്രായമാകുമ്പോ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അപ്പൊ പപ്പ എന്റെ അടുത്ത് പറയും ഇത് എത്രാമത്തെയാ, ഇനി അടുത്ത ഇത് എത്രാമത്തെയാ, അങ്ങനെ പപ്പ എന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ പപ്പയ്ക്ക് വലിയ കാര്യമല്ലേ എന്റെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന പപ്പയ്ക്ക് അറിയാം ഇത് ഇവള് കളിക്കാണെന്നുള്ളത്. അപ്പം ഇത് ഞാൻ പറഞ്ഞു പപ്പയുടെ അടുത്ത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ അപ്പൊ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ പപ്പ പറഞ്ഞു നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം, വീട്ടിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ സമയത്ത് ടാറ്റൊക്കെ ഉള്ളോണ്ടേ ജോലിയെല്ലാം റിസൈൻ ചെയ്തു. സൗദിയിൽ ഓൾറെഡി ഞാൻ റിസൈൻ ചെയ്തിട്ടാവുന്നേ. അല്ല തിരിച്ചു പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മുടിയൊക്കെ വെട്ടി ഞാൻ ഡീസന്റ് ആയിട്ട് ചെല്ലുവാ. ഡീസന്റ് ആയിട്ട് ചെന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര ഡീസന്റ് ആയിരിക്കുന്നു. അപ്പൊ ഞാനൊരു സോഡ നാരങ്ങ വെള്ളം മേടിച്ചു. ഞങ്ങൾക്ക് 300 കൂടെ വാങ്ങിച്ചത് ഇങ്ങനെ കുടിച്ചിട്ട് പപ്പ മനഃപൂർവ്വം ചാച്ചന്റെ തന്നെ ക്ലാസ് കൊടുത്തു വിട്ടു. ചാച്ചൻ ആ ക്ലാസ് കൊടുക്കാൻ പോയപ്പോ തന്നെ പപ്പ പറഞ്ഞു അട്ടർ ഫ്ലോപ്പ് വേണ്ട, വേറെ പണി നോക്കുന്നു.